ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. രാക്ഷസേശ്വരനായ രാവണൻ പ്രഹസ്തപുത്രനായ ജംബുമാലയെയാണ് കപിബന്ധനത്തിന് കൽപ്പിച്ചയച്ചത്. മഹാദംഷ്ട്രയോടുകൂടിയ ആ നക്തഞ്ചരൻ കൂറ്റൻ വില്ലെടുത്തു. രക്തവർണ്ണ വസ്ത്രവും പൂമാലകളും അണിഞ്ഞു. മനോഹരങ്ങളും ദിവ്യരത്നങ്ങൾ ഉള്ളതുമായ കർണാഭരണാദികളാൽ ശരീരം അലങ്കരിച്ചു. യുദ്ധത്തിൽ ശത്രുക്കൾക്ക് അജയ്യനും ദീർഘകായനും ക്രോധസ്വഭാവിയുമായ ജംബുമാലി ഉഗ്രദൃഷ്ടികളെ ചുഴറ്റി 4 ഭാഗത്തും പതിപ്പിച്ച് അശോകവനിക സമീപം എത്തി. ഇന്ദ്രധനുസിന് തുല്യമായ അവൻ്റെ വില്ലിൽ കെട്ടിയിരുന്ന ഞാണൊന്ന് വലിച്ചുവിട്ടു. ജംബുമാലിയുടെ ബാഹുബലത്തെ 10 ദിക്കിലും അറിയിക്കുവാൻ എന്ന പോലെ ഇടിനാദത്തിൽ ആ ചെറുഞാണൊലി ശബ്ദം മുഴങ്ങി. ഭംഗിയുള്ളതും വലുതുമായ ഒരു ബാണമെടുത്ത് ഞാണിൽ യോജിപ്പിച്ചു. കോവർ കഴുതിയെ കെട്ടിയ രഥത്തിൽ കയറി വന്നിരിക്കുന്ന പ്രഹസ്തപുത്രനെ ഹനുമാൻ കണ്ടു. സന്തോഷസമേതം ഗർജിച്ചു. അത്യുന്നതമായ ഗോപുര സ്തംഭത്തിൻ്റെ മുകളിൽ മാടപ്രാവുകൾക്ക് പാർക്കുവാൻ വിലങ്ങത്തിൽ വെച്ചിട്ടുള്ള പലകമേൽ അത്യുജ്വല ആഭനായിരിക്കുന്ന മാരുതിയെ വീരനായ ജംബുമാലി നിശിതങ്ങളായ ശരങ്ങളാൽ മുറിപ്പെടുത്തി. അർദ്ധചന്ദ്രാകൃതിയായൊരു ബാണം മുഖത്തിൽ, മറ്റൊന്ന് ശിരസിൽ, 5 ബാഹുക്കളിൽ, ഇങ്ങനെ ആ രാക്ഷസന്മാർ ഒരേ സമയത്തു തന്നെ വാനരാധിപനെ മുറിപ്പെടുത്തി. ശ്രീ ഹനുമാന്റെ വദനം സ്വതവേ രക്തവർണ്ണമാണ്. ശരം തട്ടിയപ്പോൾ ശരൽക്കാലത്തിൽ വികസിച്ച ചെന്താമരയിൽ സൂര്യരശ്മി പതിച്ചതുപോലെ അത്യധികം ശോഭിച്ചു. പൊൻപുള്ളികളോടുകൂടിയ ചെന്താമരപ്പൂ പോലെ രക്തത്തുള്ളികളോടുകൂടിയ ഹനുമാന്റെ വദനം ആകാശത്തിൽ തിളങ്ങി. രാക്ഷസ ശരം തട്ടിയപ്പോൾ ക്രോധതാമ്രാക്ഷനായ ആ മഹാൻ ചുറ്റും നോക്കി. വലിയൊരു പാറക്കല്ല് സമീപത്ത് കിടക്കുന്നത് കണ്ടു. പെട്ടെന്ന് അതിനെ പുഴുക്കിയെടുത്ത് ശക്തിയോടെ ജംബുമാലിയുടെ നേരിട്ടെറിഞ്ഞു. 10 ബാണങ്ങൾ ഒപ്പം എയ്ത് നേരിട്ട് വരുന്ന കല്ല് രാക്ഷസവരൻ പൊടിച്ചു കളഞ്ഞു. അമിത പരാക്രമിയായ ഹനുമാൻ തൻ്റെ പ്രവൃത്തി നിഷ്ഫലമായതു കണ്ടപ്പോൾ അടുത്തു നിൽക്കുന്ന ഒരു സാലമരം പറിച്ച് ഒന്ന് ചുഴറ്റി. വലിയ സാലമരം വട്ടം ചുറ്റുന്നത് കണ്ട ജംബുമാലി തുരുതുരെ ശരങ്ങൾ അയച്ചു തുടങ്ങി. 4 ബാണങ്ങൾ കൊണ്ട് മരം മുറിച്ചു. 5 ശരങ്ങൾ കൊണ്ട് മാരുതിയുടെ ബാഹുക്കളിൽ മുറിവുണ്ടാക്കി. നെഞ്ചിനു മുകളിൽ ഒരു ബാണം തറപ്പിച്ചു. സ്തനങ്ങളുടെ മധ്യത്തിൽ 10 അസ്ത്രങ്ങളാൽ മുറിയേൽപ്പിച്ചു. ദേഹം മുഴുവൻ ശരങ്ങൾ നിറഞ്ഞപ്പോൾ അതിക്രോധാവിഷ്ടനായ ഹനുമാൻ ആദ്യം ഉപയോഗിച്ച ആ പരികം തന്നെ വീണ്ടും എടുത്ത് ചുഴറ്റി. അതിശക്തനും പരാക്രമിയുമായ വായുപുത്രൻ ജംബുമാലിയുടെ മാറിടത്തിൽ ആ പരികം ശക്തിയോടെ പതിപ്പിച്ചു. മഹാരഥനായ അസുരന്റെ ശിരസും കൈകളും മുട്ടുകളും വില്ലും തേരും രഥത്തിൽ കെട്ടിയിരുന്ന കോവർ കഴുതകളും ബാണങ്ങളും ഇല്ലാതായി. ഛിന്നഭിന്നങ്ങളായ അവയവങ്ങളോടെ മരം പതിച്ച പോലെ പ്രഹസ്തപുത്രൻ ഭൂമിയിൽ പതിച്ചു. ജംബുമാലിയെയും അനുയായികളെയും ശ്രീരാമദൂതൻ നിഗ്രഹിച്ച വർത്തമാനം ലങ്കേശ്വരൻ കേട്ടു. കണ്ണുകൾ രക്തവർണ്ണമായി. ക്രോധം ആളിക്കത്തി. ദൃഷ്ടികൾ 4 പാടും പതിച്ചപ്പോൾ അനിവാര്യ പരാക്രമികളായ മന്ത്രിപുത്രന്മാരെയാണ് കണ്ടത്. യുദ്ധത്തിനായി അവരെയാണ് തുടർന്ന് കൽപ്പിച്ചയച്ചത്. നിശാചരേശ്വരന്റെ നിയോഗമനുസരിച്ച് മന്ത്രിപുത്രന്മാർ 8 പേർ പുറപ്പെട്ടു. അഗ്നിയെപ്പോലെ തേജോമയന്മാരായ അവരോടൊന്നിച്ച് അനേകം സൈന്യങ്ങളുണ്ട്. അതിബലശാലികളും അസ്ത്രപ്രയോഗ സമർത്ഥരും അനേകതരം ആയുധങ്ങൾ ഏന്തിയവരും അതിശ്രേഷ്ഠരും യുദ്ധത്തിൽ ഞാൻ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുമായ മന്ത്രിപുത്രന്മാർ സ്വർണ്ണക്കൊടി മരങ്ങളിൽ പാറിക്കളിക്കുന്ന കൂറകളോടും ഇടിനാദം പോലെ ശബ്ദിക്കുന്ന കുതിരകളോടും കൂടിയ രഥങ്ങളിൽ സോത്സാഹം കയറി. വിചിത്രവേലകൾ ചെയ്ത തങ്കവില്ലുകളിലെ ഞാണുകൾ അമിത പരാക്രമികളായ അവരുടെ ബാഹുക്കൾ വലിച്ചുവിടുമ്പോൾ ഇടിമുഴക്കം പോലെ ശബ്ദിക്കുന്നു. കിങ്കുര സൈന്യങ്ങളെയും ജംബുമാലിയെയും അനേകം രാക്ഷസപ്പടകളെയും അടിച്ചു കൊന്ന വർത്തമാനം അറിവുള്ള മന്ത്രിമാരും ബന്ധുക്കളും പുത്രന്മാരെക്കുറിച്ച് വ്യസനിച്ചു. സർവ്വവിധത്തിലുമുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ഉജ്ജ്വല ശരീരന്മാരായി അത്യുത്സാഹത്തെ വ്യക്തമാക്കിക്കൊണ്ട് അവർ തോരണത്തിൻ്റെ മുകളിൽ നിർവിചാരനായിരിക്കുന്ന ഹനുമാന്റെ മുമ്പിലേക്ക് എത്തി. തേരിലിരുന്ന് ഗർജിച്ച് ശരവർഷം ചെയ്യുന്ന അവർ മഴക്കാലത്തിൽ ധാരം മുറിയാതെ പെയ്യുന്ന കാർമേഘങ്ങൾ പോലെ ശോഭിച്ചു. വർഷധാരകളാൽ കുലപർവ്വതമെന്ന പോലെ ബാണജാലങ്ങളാൽ മൂടപ്പെട്ട ഹനുമാന്റെ ശരീരം തന്നെ കാണാതായി. മഹാവീരന്മാരായ അവരുടെ
ശരങ്ങളെയും രഥവേഗങ്ങളെയും വഞ്ചിച്ചുകൊണ്ട് നിർമ്മലാംബരത്തിൽ അനിലസുതൻ സ്വച്ഛന്തം സഞ്ചരിക്കുകയാണ്. വാർമഴവില്ലോടൊത്ത മേഘങ്ങളിൽ നിന്ന് കൊടുങ്കാറ്റ് പോലെ അവർ അയക്കുന്ന ബാണങ്ങളോടുകൂടി വിഹരിക്കുന്ന വീരഹനുമാൻ ആകാശത്തിൽ പ്രകാശിച്ചു. ഇടയ്ക്കിടയ്ക്ക് സിംഹഗർജനം ചെയ്ത് ആ അസുരന്മാരെ പോലും ഞെട്ടിച്ചു. സൈന്യത്തെ ഭയപ്പെടുത്തി. സ്വവീര്യം കാണിച്ചു. യാതൊരു ആയുധവും തനിക്ക് ആവശ്യമില്ലാത്ത മട്ടിൽ രാക്ഷസന്മാരെ സംഹരിക്കുവാൻ തുടങ്ങി. കൈ നിവർത്തി അടിച്ച്, കാലുകൾ കൊണ്ട് ചവിട്ടി, കൈ മടക്കി പിടിച്ച് ഇടിച്ച്, കൈനഖങ്ങളാൽ പിളർന്ന്, മാറിടം കൊണ്ട് അമർത്തി, തുടകളാൽ നെക്കി, ഇങ്ങനെ വന്നവരിൽ മിക്കവരും മണ്ണിൽ വീണു. ചിലർ സിംഹനാദം കേട്ടുതന്നെ മോഹാലസ്യപ്പെട്ടു വീണു. ഭയം കൊണ്ട് തന്നെ ചിലർ മരിച്ചു. ശേഷിച്ചവർ 10 ദിക്കുകളിലേക്കും പ്രാണഭയത്താൽ ഓടി ഒളിച്ചു. മതഗജങ്ങൾ വികൃത സ്വരത്തിൽ ഗർജിച്ചു തുടങ്ങി. കുതിരകൾ ശ്വാസമറ്റ് മലർന്നു വീണു. ഛിന്നഭിന്നമായ തേരുകൾ ഭൂമിയെ ആവരണം ചെയ്തു. രക്തം പല വഴിക്ക് വന്നു ചേർന്ന പുഴകൾ തന്നെ ഉണ്ടാക്കി. അനേകവിധ വികൃതനാദങ്ങളാൽ ലങ്കാരാജ്യം മുഴുവൻ മുഴങ്ങി. ദുസ്സഹ പരാക്രമവും മഹാബലവുമുള്ള മാരുതി രാക്ഷസന്മാരെ മുഴുവൻ നിഗ്രഹിച്ച് ഇനിയും വന്നുചേരുന്ന നിശാചരന്മാരോട് യുദ്ധത്തിനൊരുങ്ങി. ആ തോരണത്തിൽ തന്നെ ഏവർക്കും കാണത്തക്ക വിധം പൂർവ്വസ്ഥാനത്തിൽ ചെന്നിരുന്നു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.